സാന്ത്വം മിഷൻ ക്യൂസ്. പ്രിയ പ്രേക്ഷകരെ, സാന്ത്വം മിഷൻ ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷിത അറിവുകൾ കൊണ്ടുള്ള യുദ്ധത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ്. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെൻറ് തോമസ് മിഷണറി സമൂഹം അതിൻ്റെ സുവർണ ജൂബിലി സമ്മാനമായി ശാലോം ടിവിയുമായി ചേർന്നൊരുക്കുന്ന ഈ മിഷൻ ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. രജിസ്റ്റർ ചെയ്യപ്പെട്ട 40ഓളം ടീമുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 8 ടീമുകൾ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് പരസ്പരം മത്സരിച്ച് തങ്ങളുടെ പ്രേക്ഷിത അറിവുകൾ നമ്മളോട് പങ്കുവെച്ച് നമ്മുടെ ഈ മിഷൻ ക്യൂസ് മുന്നോട്ട് പോവുകയാണ്. ഇതാ രണ്ടാമത്തെ എപ്പിസോഡിൽ രണ്ടാമത്തെ സെമി ഫൈനലിൽ നമ്മോടൊപ്പമായിരിക്കുന്ന 4 ടീം അംഗങ്ങൾ. അവർക്കറിയാവുന്ന പ്രേക്ഷിത അറിവുകൾ ഉത്തരരൂപേണ നമ്മുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നമുക്കവരെ പരിചയപ്പെടാം. ഒന്നാമതായിരിക്കുന്നത് DST പാല, ഡോട്ടേഴ്സ് ഓഫ് സെൻറ് തോമസ്. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തവരുടെയിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി സ്ഥാപിതമായ സന്യാസിനി സമൂഹം. അതെ, DST സെൻറ് തോമസ് പ്രൊവിൻസിൽ നിന്ന് നമ്മോടൊത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. സിസ്റ്റർ ജോസ്ലിൻ DST. സിസ്റ്റർ ജോസ്ലിൻ DST സെൻറ് തോമസ് പ്രൊവിൻസിൽ നിന്ന് വരുന്നു. സിസ്റ്റർ ഒരു ടീച്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കുട്ടികളെ പഠിപ്പിക്കുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നു. അതെ. യെസ് സിസ്റ്റർ, ഓൾ ദ ബെസ്റ്റ്. സിസ്റ്ററിൻ്റെ അറിവുകളൊക്കെ ഈ ക്യൂസിൽ ഈ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുക. ഓൾ ദ ബെസ്റ്റ്. നല്ല വിജയം ആശംസിക്കുന്നു. താങ്ക് യു ഫാദർ. സിസ്റ്റർ ഡില്ല ജോസ് DST. സിസ്റ്റർ ഡില്ല ജോസ് DST. ഞാൻ പറയാം, ഡോക്ടർ ഡില്ല ജോസ്, ശരിയല്ലേ? അതെ, ഡോക്ടർ ഡില്ല DST. അതെ, സിസ്റ്റർ നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. തൻ്റെ പ്രേക്ഷിത അറിവുകൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി അരുവിത്തറ സെൻറ് ജോർജ് കോളേജിലെ പ്രൊഫസറാണ്. സിസ്റ്റർ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കുക. നമ്മുടെ പ്രൊവിൻസിലേക്ക് തിരിച്ചു പോകുമ്പോൾ സമ്മാനവുമായിട്ട് MST സമൂഹം നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന 10,000 രൂപയുടെ ചെക്കും ട്രോഫിയുമൊക്കെ ആയിട്ട് പോകാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി നമ്മോടൊത്തായിരിക്കുന്നത് SMS പാല. നമ്മോടൊത്തായിരിക്കുന്നത് സ്നേഹകരി മിഷണറി സിസ്റ്റേഴ്സ് പാല സെൻറ് തോമസ് പ്രൊവിൻസ് എന്നുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. ആതുര സേവനവും ആതുര ശുശ്രൂഷയും കാര്യസ്ഥമായി സ്വീകരിച്ചുകൊണ്ട് പാലായിൽ സ്ഥാപിതമായ SMS സന്യാസിനി സമൂഹത്തിലെ സെൻറ് തോമസ് പ്രൊവിൻസിലെ ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സാണ് ഈ എപ്പിസോഡിൽ തങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഉത്തരരൂപേണ തങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി പ്രേക്ഷിത അറിവുകൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ വേണ്ടി ആയിരിക്കുന്നത്. നമുക്കവരെ പരിചയപ്പെടാം. സിസ്റ്റർ അനാലിയ SMS. എവിടെ നിന്ന് വരുന്നു? ഞാൻ ചെത്തിമറ്റത്ത് നിന്ന് വരുന്നത്. പാലായിക്കടുത്തുള്ള ചെത്തിമറ്റത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. ഓക്കെ. സിസ്റ്റർ ബ്ലസ്പരിയ SMS. ഞാൻ വരുന്നത് മുത്തോലപുരം. യെസ്, ഇവർ രണ്ടുപേരും ആതുര ശുശ്രൂഷ രംഗത്ത് തങ്ങളുടെ സന്യാസിനി ജീവിതം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനോടെ സിസ്റ്റേഴ്സ് ഈ റൗണ്ടിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് ഫൈനൽ റൗണ്ടിലേക്ക് കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. അടുത്തതായി നമ്മോടൊത്തായിരിക്കുന്നത് FCC ഭരണങ്ങാനം പ്രൊവിൻസിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. നമുക്കറിയാം, FCC സന്യാസിനി സമൂഹം ഇന്ന് ആഗോള സഭയിൽ അറിയപ്പെടുന്ന സന്യാസിനി സമൂഹങ്ങളിലൊന്നാണ്. വിശുദ്ധ അൽഫോൻസായിലൂടെ രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയായിലൂടെയൊക്കെ ഇന്ന് ആഗോള സഭയിൽ അറിയപ്പെടുന്ന സന്യാസിനി സമൂഹമാണ് FCC. ഇതാ പാലാ പ്രൊവിൻസിൽ നിന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ സ്വന്തം പ്രൊവിൻസിൽ നിന്ന് നമ്മുടെ തായിരിക്കുന്ന ബഹുമാനോടെ സിസ്റ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. സിസ്റ്റർ എൽസൺ പേഴുങ്കാട്ടിൽ ഭരണങ്ങാനം അൽഫോൻസ ജ്യോതി പ്രൊവിൻസിലെ ചെമ്മലമറ്റം ഭവനത്തിൽ നിന്നും വരുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നു. സിസ്റ്റർ എൽസൺ ചെമ്മലമറ്റത്തുള്ള സ്കൂളിൽ കുട്ടികളോടൊപ്പമായിരുന്നു കൊണ്ട് തൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സിസ്റ്ററാണ് നമ്മുടെ തായിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും സിസ്റ്റർ. നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ച് തൻ്റെ അറിവുകൾ, അങ്ങയുടെ അറിവുകളൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ച് നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജാസ്മിൻ കുന്നേൽ വാകക്കാട് മഠത്തിൽ നിന്നും വരുന്നു, വാകക്കാട് സ്കൂളിൽ അധ്യാപികയാണ്. യെസ്, ഈ ടീം രണ്ടുപേരും അധ്യാപകരാണ്. നമുക്കറിയാം, തീർച്ചയായിട്ടും ഇവരുടെ അധ്യാപക വൃത്തിയിലുള്ള അറിവുകൾ, പ്രേക്ഷിത അറിവുകൾ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് പങ്കുവയ്ക്കും, ഉത്തര രൂപത്തിൽ നമ്മളോട് പങ്കുവയ്ക്കും. എല്ലാവിധ ആശംസകളും. അടുത്ത റൗണ്ടിലേക്ക് കടക്കുവാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ തായിരിക്കുന്നത് SH കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസിൽ നിന്നുള്ളതാണ്. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ള
ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് നമ്മുടെ തായിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസിൽ നിന്നുള്ള സിസ്റ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. സിസ്റ്റർ ലിയ ടോം SH കമ്പമട്ടിൽ നിന്ന് വരുന്നു. സിസ്റ്റർ ലയ ടോം, യെസ്, സിസ്റ്റർ കമ്പമേട്ടിൽ നിന്നാണ് വരുന്നത്. അടുത്തതായി നമ്മുടെ തായിരിക്കുന്നത് സിസ്റ്റർ ട്രീസ മേരി. യെസ്, സിസ്റ്റർ ട്രീസ മേരി. ഇവർ രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കമ്പംമേട്ടിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ്. ഗ്രാമത്തിൽ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന SH സന്യാസിനി സമൂഹത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ തായിരുന്നുകൊണ്ട് തങ്ങളുടെ പ്രേക്ഷിത അറിവുകൾ ഉത്തര രൂപത്തിൽ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നല്ല സമയം നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു. നല്ല ഉത്തരങ്ങൾ പറഞ്ഞ് ഫൈനൽ റൗണ്ടിലേക്ക് കടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ആരംഭിക്കാം. അറിവുകൾ നമുക്ക് നേടാം. പ്രേക്ഷിത ലോകത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടാൻ പോവുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ക്വിസ് മാസ്റ്റർ ബഹുമാനപ്പെട്ട മനോജ് പാരക്കലച്ചനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. സാന്തോം മിഷൻ ക്വിസിൻ്റെ രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന 4 ടീം അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നാം ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് ഫേസ് ടു ഫേസ് റൗണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൗണ്ടാണ്. 4 ടീമുകൾക്കും മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ടുള്ള എളുപ്പമുള്ള ചോദ്യമാണ് ഈ റൗണ്ടിലുള്ളത്. 10 മാർക്കാണ് ചോദ്യ ഉത്തരത്തിനുള്ളത്. 20 സെക്കൻഡ് ചോദ്യം ചോദിച്ചതിന് ശേഷം 20 സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങൾ ഉത്തരം പറയണം. അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും. ഈ രണ്ടാം പാദ സെമി ഫൈനലിൽ കൂടുതൽ മാർക്ക് വാങ്ങി ഫൈനലിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം DST പാലായ്ക്ക്. നിങ്ങൾക്കുള്ള ചോദ്യം: ജായിറോസിൻ്റെ ഭവനത്തിനുള്ളിൽ പ്രവേശിച്ച ക്രിസ്തു ശിഷ്യന്മാർ ആരെല്ലാം? ജായിറോസിൻ്റെ ഭവനത്തിനുള്ളിൽ പ്രവേശിച്ച ക്രിസ്തു ശിഷ്യന്മാർ ആരെല്ലാം? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ശരിയായ ഉത്തരമാണ്. DST പാല 10 മാർക്ക് നേടി അവരുടെ സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. രണ്ടാമത്തെ ചോദ്യം SMS പാലായോടാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈശോ പ്രവർത്തിച്ചതായി രേഖപ്പെടുത്തിയ ആദ്യ അത്ഭുതം? പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നു. പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നു. കറക്റ്റ് ആൻസർ. 10 മാർക്ക് SMS പാല നേടിയിരിക്കുകയാണ്. എവിടെ വെച്ചാണ് ഈ പിശാചുബാധിതനെ ഈശോ സുഖപ്പെടുത്തിയതെന്ന്? കഫർനാവും വെച്ച് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്ന ആദ്യത്തെ അത്ഭുതം. മൂന്നാമത്തെ ചോദ്യം FCC ഭരണജ്ഞാനം. നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് യേശു വായിച്ച ബൈബിൾ ഭാഗം? യെശയ്യ 61:1-2. ശരിയായ ഉത്തരമാണ്. യേശയ്യായുടെ വചനം 61:1-2 ഈശോ സിനഗോഗിൽ വായിച്ചത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് പറയുന്ന വചനഭാഗമാണ് ഈശോ സിനഗോഗിൽ വായിച്ചത്. കൺഗ്രാജുലേഷൻസ്. നാലാമത്തെ ചോദ്യം SH കാഞ്ഞിരപ്പള്ളി. യേശുവിൻ്റെ രൂപാന്തരീകരണം പ്രതിപാദിക്കുന്ന ബൈബിൾ ഭാഗം ഏതാണ്? യേശുവിൻ്റെ രൂപാന്തരീകരണം പ്രതിപാദിക്കുന്ന ബൈബിൾ ഭാഗം ഏതാണ്? അധ്യായം 9:28 മുതൽ.
അധ്യായം 9 28 മുതലുള്ള തിരുവചനങ്ങൾ. ശരിയായ ഉത്തരമാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. SH കാഞ്ഞിരപ്പള്ളിക്ക് 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ആദ്യ റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ 4 ടീമുകളും 10 പോയിൻറ്റുമായിട്ട് അവരുടെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. മുന്നോട്ടുള്ള റൗണ്ടുകളിൽ കൂടുതലായിട്ടുള്ള ഇവരുടെ അറിവ്, മിഷനെക്കുറിച്ചുള്ള അറിവ് പ്രേക്ഷകർക്കായിട്ട് ഇവർ നൽകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി രണ്ടാമത്തെ റൗണ്ടിലേക്ക് നാം കടക്കുകയാണ്. ഈ റൗണ്ട് ട്രൂ ഓർ ഫോൾസ് റൗണ്ട്. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ് അല്ലെങ്കിൽ ശരി എന്ന് മാത്രം പറഞ്ഞ് 10 മാർക്ക്, ശരിയായ ഉത്തരം പറഞ്ഞുവെങ്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് നേടാം. ആദ്യത്തെ റൗണ്ട് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റൗണ്ടാണ്. 20 സെക്കൻഡ് സമയത്തിനുള്ളിൽ ചോദ്യം ശ്രദ്ധിച്ച് കേട്ട് മാർക്ക് സ്കോർ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം പോവുക SMS പാലായിക്കാണ്. കരുണയുടെ വർഷം 20 ഡിസംബർ 2016 അവസാനിച്ചു. കരുണയുടെ വർഷം 20th ഡിസംബർ 2016 അവസാനിച്ചു. തെറ്റ്. ശരിയായ ഉത്തരമാണ്. 10 മാർക്ക് SMS പാല നേടിയിരിക്കുകയാണ്. എന്നാണ് കരുണയുടെ വർഷം അവസാനിച്ചത്? ഡിസംബർ 8. 20-ാം തീയതി നവംബർ 2016 കരുണയുടെ വർഷം അവസാനിച്ചത്. 10 മാർക്ക് നേടി SMS പാല. രണ്ടാമത്തെ ചോദ്യം FCC ഭരണജ്ഞാനത്തിനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജന്മദേശം കൊളംബിയ ആണ്. തെറ്റ്. ഉറപ്പാണോ? അതെ. എന്തായിരിക്കണം ശരിയായിട്ടുള്ള ഉത്തരം? അർജന്റീന. അർജന്റീന. ശരിയായ ഉത്തരം ആണ് FCC ഭരണജ്ഞാനം പറഞ്ഞിരിക്കുന്നത്. 10 പോയിൻ്റ് അവരും നേടിയിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം SH കാഞ്ഞിരപ്പള്ളി. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ പ്രാർത്ഥിക്കുന്നവരുടെ അമ്മ എന്നറിയപ്പെടുന്നു. തെറ്റ്. തെറ്റ്. ശരിയായ ഉത്തരമാണ്. ആരാണ് പ്രാർത്ഥിക്കുന്നവരുടെ അമ്മ എന്ന് യൂപ്രസ്യമ്മ. യൗപ്രസ്യാമ. CMC സഭയുടെ സഹസ്ഥാപകയായ യൗപ്രസ്യാമയാണ് പ്രാർത്ഥിക്കുന്നവരുടെ അമ്മ എന്നറിയപ്പെടുന്നത്. SH കാഞ്ഞിരപ്പള്ളിയും 10 മാർക്ക് നേടിയിരിക്കുകയാണ്. അവസാനത്തെ ചോദ്യം ട്രൂ ഓർ ഫോൾസ് റൗണ്ടിലെ DST പാലായിക്ക്. സിറോ മലബാർ സഭ പ്രേക്ഷിത പ്രവർത്തന ഉത്തരവാദിത്ത നിർവഹണത്തിൽ അഭിമുഖീകരിക്കുന്ന സുപ്രധാന പ്രശ്നം പ്രവാസികളുടെ അനുപാലനമാണ്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. സിറോ മലബാർ സഭ പ്രേക്ഷിത പ്രവർത്തന ഉത്തരവാദിത്വ നിർവഹണത്തിൽ അഭിമുഖീകരിക്കുന്ന സുപ്രധാന പ്രശ്നം പ്രവാസികളുടെ അനുപാലനമാണ്. ശരി. ശരി എന്നാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞ ഉത്തരം ശരിയാണ്. 10 മാർക്ക് DST പാലായിക്ക്. സാന്തോം മിഷൻ ക്വിസിൻ്റെ രണ്ടാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ 4 ടീമുകളും 20 പോയിൻ്റ് വീതം നേടിയിട്ടുണ്ട്. നല്ല രീതിയിൽ മത്സരം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ബഡ്ഡി പെയർ റൗണ്ട്. രണ്ടു പേരായിട്ടുള്ള ടീമംഗങ്ങളായിട്ടാണ് നിങ്ങളിവിടെ ആയിരിക്കുക. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണോ പഠന വിഷയങ്ങൾ പഠിച്ചത് എന്നറിയുവാനായിട്ട്, അതോ നിങ്ങൾ പകുതി വീതമെടുത്ത് പകുതി മാത്രം പഠിച്ച് ആണോ വന്നതെന്ന് അറിയുവാനായിട്ടുള്ള ഒരു റൗണ്ട് ആണ്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് എത്രമാത്രം രണ്ടുപേർ ഒരുമിയോടുകൂടി പഠിച്ചു എന്ന്
അറിയുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. ഈ റൗണ്ടിൽ 2 ചോദ്യമുണ്ടായിരിക്കും. ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങളിൽ ഒരാൾ ഉത്തരം നൽകും. ആ ഉത്തരം നൽകുന്നത് അടുത്ത പെയറിനോട് യാതൊരു വിധത്തിലുള്ള ചർച്ചയുമില്ലാതെ തനിച്ച് ആര് ഉത്തരം പറയുവാനായിട്ട് റെഡിയാകുന്നു ആ വ്യക്തി മാത്രം ഉത്തരം പറയും. ഉത്തരം ശരിയായി എങ്കിൽ രണ്ടാമത്തെ ചോദ്യം കൂടെയുള്ള പെയറിന് നൽകുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് 10 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിനും 10 മാർക്ക്. അപ്പോൾ 20 മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ടുള്ള റൗണ്ടാണിത്. പ്രത്യേകം ശ്രദ്ധിക്കുക, യാതൊരു വിധത്തിലുള്ള ചർച്ചയുമില്ലാതെ ചോദിക്കുന്ന ചോദ്യത്തിന് പെയറിൽ ഒരാൾ മാത്രം ഉത്തരം നൽകുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ആരാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്ന്. ആദ്യത്തെ ചോദ്യം പോവുക FCC ഭരണങ്ങാനത്തിനാണ്. അപ്പോൾ ആരാണ് ഈ ചോദ്യം? സോ ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു കാരണം എനിക്ക് നിങ്ങളുടെ ചരിത്രം അറിയാമെന്ന് സീറോ മലബാർ സഭയോട് പറഞ്ഞ വ്യക്തി ആര്? ചോദ്യം ഒന്നുകൂടി പറയാം. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു കാരണം എനിക്ക് നിങ്ങളുടെ ചരിത്രം അറിയാമെന്ന് സീറോ മലബാർ സഭയോട് പറഞ്ഞ വ്യക്തി ആര്? ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന യൂജിൻ തെസ്ര, ഫ്രഞ്ച് കാർഡിനലായിരുന്ന യൂജിൻ തെസ്ര ആണ് ഈ സീറോ മലബാർ സഭയെക്കുറിച്ച് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകാത്തത് കൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ ചോദ്യം SH കാഞ്ഞിരപ്പള്ളിയോടാണ്. ആരാണ് ആദ്യത്തെ? ചോദ്യത്തിന് ഉത്തരം പറയുക. ഇവിടെ ചോദ്യം ഇതാണ്: അംഗസംഖ്യയിൽ പൗരസ്ത്യ കത്തോലിക്ക സഭയിൽ എത്രാം സ്ഥാനമാണ് സീറോ മലബാർ സഭയ്ക്ക്? 2ാം സ്ഥാനം. 2ാം സ്ഥാനം. ഉറപ്പാണോ? 2ാം സ്ഥാനമാണെന്ന്. ആദ്യത്തെ സ്ഥാനം ഏത് പൗരസ്ത്യ സഭയ്ക്കാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പൗരസ്ത്യ കത്തോലിക്ക സഭ ഉക്രൈൻ സഭയാണ്. ശരിയായ ഉത്തരം SH കാഞ്ഞിരപ്പള്ളി പറഞ്ഞ്, അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം പെയറിന് നൽകുകയാണ്. ഇതാണ് ചോദ്യം: ചാവറയച്ചനെ എന്നാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്? 2014 നവംബർ 23. ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു SH കാഞ്ഞിരപ്പള്ളി. ബഡ്ഡി പെയർ റൗണ്ടിൽ 20 മാർക്ക് നേടിയിരിക്കുന്നു. ഒരുമയോടുകൂടി പഠിച്ച് ഇവിടെ എത്തി എന്നുള്ളതിനുള്ള വലിയ ഒരു അംഗീകാരമാണ് ഈ 20 മാർക്കിലൂടെ നിങ്ങൾ നേടിയിരിക്കുക. മൂന്നാമത്തെ ചോദ്യം DST പാലായോടാണ്. ആരാണ് നിങ്ങളിൽ? സിസ്റ്റർ ഡില്ല. ഇതാണ് ചോദ്യം: സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും തമ്മിൽ ആരാധനാക്രമത്തിലുള്ള പ്രധാന വ്യത്യാസം എന്ത്? ചോദ്യം ഒന്നുകൂടി വായിക്കാം. സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും തമ്മിൽ ആരാധനാക്രമത്തിലുള്ള പ്രധാന വ്യത്യാസം എന്ത്? ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ. ആരാണ് ഈസ്റ്റേൺ? ആരാണ് വെസ്റ്റേൺ? നമ്മൾ സീറോ മലബാർ സഭ. സീറോ മലബാർ ഈസ്റ്റേൺ. ഈസ്റ്റ്, മലങ്കര സഭ വെസ്റ്റേൺ. വെസ്റ്റ്. ഉത്തരം ശരിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം പെയറിന് നൽകുകയാണ്. മിഷൻ ലീഗിൻ്റെ സ്ഥാപകനായ മാലിപ്പറമ്പിലച്ചൻ്റെ ഖബറിടം എവിടെ സ്ഥിതി ചെയ്യുന്നു? അമ്പാറ ദീപ്തി ഭവനിൽ. തെറ്റായ ഉത്തരമാണ്. ആർപ്പൂക്കരയിലാണ് മാലിപ്പറമ്പിലച്ചൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായിട്ടും MSTയുടെ രണ്ടാമത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു മാലിപ്പറമ്പിലച്ചൻ. എന്നാലും അച്ഛൻ്റെ ഖബറിടം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആയ ആർപ്പൂക്കരയിലാണ് സ്ഥിതി ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള
ഉത്തരം ശരിയായി പറഞ്ഞതുകൊണ്ട് DST പാല നേടുന്നു 10 മാർക്ക്. നാലാമത്തെ ചോദ്യം SMS പാലായോടാണ്. ആരാണ് നിങ്ങളിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുക? ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള എത്ര കാർഡിനൽസ് ഉണ്ട്? ഇന്ത്യയിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വോട്ടവകാശമുള്ള എത്ര കാർഡിനൽസ് ഉണ്ട്? 2588. 2588. 2588. തെറ്റായ ഉത്തരമാണ്. 3 കാർഡിനൽസ് ആണ് ഉള്ളത്. ഇന്ത്യയിൽ നിന്നും ഉള്ള 3 കാർഡിനൽസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള വോട്ടവകാശമുള്ളവരുണ്ട്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ആലഞ്ചേരി, സിറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ ക്ലീമിയസ് ബെസേലിയൂസ്, ബോംബെ ആർച്ച് ബിഷപ്പും കാർഡിനലുമായ ഓസ്വാൾഡ് ഗ്രേഷ്യസ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശരിയല്ലാത്തതുകൊണ്ട് SMS പാലായിക്ക് പോയിന്റുകളൊന്നും ലഭിക്കുന്നില്ല. സാന്തോ മിഷൻ ക്വിസിൻ്റെ 2ാം സെമി ഫൈനൽ മത്സരത്തിലെ 3 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ ടീമംഗങ്ങൾക്ക് ലഭിച്ച പോയിന്റുകൾ ഇപ്രകാരമാണ്: DST പാല 30 പോയിന്റ്, SMS പാല 20 പോയിന്റ്, FCC ഭരണങ്ങാനം 20 പോയിന്റ്, SH കാഞ്ഞിരപ്പള്ളി 40 പോയിന്റ്. 4ാമത്തെ റൗണ്ടിലേക്ക് നാം കടക്കുകയാണ്. ഈ റൗണ്ട് ലാഡർ റൗണ്ട്. കൂടുതലായിട്ട് മാർക്ക് വാങ്ങി മുന്നോട്ട് പോകുവാനായിട്ടുള്ള വലിയ ഒരു അവസരം ഈ റൗണ്ട് ഒരുക്കുന്നുണ്ട്. 3 ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നൽകും. ആദ്യ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ 10 മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ലാഡറിലെ 2ാമത്തെ ലാഡറിലേക്ക് കയറാം. 2ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ 20 മാർക്ക്. അതിനുശേഷം ആ ഉത്തരവും ശരിയായെങ്കിൽ 3ാമത്തെ ലാഡറിലേക്ക് നിങ്ങൾ കയറുമ്പോൾ 30 മാർക്ക് ശരിയായ ഉത്തരം നൽകിയാൽ. അങ്ങനെ 10, 20, 30 മാർക്കുകളായി 3 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ടീമിനും 60 മാർക്ക് നേടുവാനായിട്ടുള്ള വലിയ അവസരവുമായിട്ട് നമ്മൾ ഈ ലാഡർ റൗണ്ട് ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം SH കാഞ്ഞിരപ്പള്ളിയോടാണ്. ഭാരതത്തിലെ പ്രേക്ഷിത പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന സംവാദങ്ങൾ ഏതൊക്കെയാണ്? ഭാരതത്തിലെ പ്രേക്ഷിത പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന സംവാദങ്ങൾ ഏതൊക്കെയാണ്? ജീവിത സംവാദം, പ്രവർത്തന സംവാദം, ആധ്യാത്മിക അനുഭവ സംവാദം, ദൈവശാസ്ത്ര കൈമാറ്റ സംവാദം. ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുക. 4 സംവാദങ്ങൾ. കൃത്യമായിട്ടുള്ള ഉത്തരം നൽകി 10 മാർക്ക് നേടിയിരിക്കുന്നു SH കാഞ്ഞിരപ്പള്ളി. അതുകൊണ്ട് 2ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. 20 മാർക്കിനുള്ള ചോദ്യം. അനുദപിക്കാത്ത നഗരങ്ങൾ എന്ന ഭാഗത്ത് പരാമർശിക്കുന്ന 5 നഗരങ്ങൾ ഏതെല്ലാം? ഖൊറാസിൻ, ബത്സൈദ, കവർനാം, ടയർ, സീദോൻ. കറക്റ്റ് ആൻസർ. 20 മാർക്ക് SH കാഞ്ഞിരപ്പള്ളി നേടിയിരിക്കുന്നു. ഈ റൗണ്ടിലെ 30 മാർക്ക് ഓൾറെഡി കിട്ടിയതിന് ശേഷം നിങ്ങൾ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 30 മാർക്കാണ് 3ാമത്തെ ചോദ്യത്തിനുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചുവെന്ന് വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ ഉള്ള തിരുവചനങ്ങൾ. ഉറപ്പാണോ? ഉറപ്പിച്ചു? യാതൊരു സംശയവുമില്ല? ഇല്ല. ഓക്കെ, ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. 60 മാർക്ക് ഈ റൗണ്ടിൽ, ലാഡർ റൗണ്ടിൽ SH കാഞ്ഞിരപ്പള്ളി കരസ്ഥമാക്കിയിരിക്കുന്നു. 3 ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. 2ാമത്തെ ചോദ്യം DST പാലായോടാണ്. എന്താണ് വ്യക്തിസഭ?
ഒരു ഡെഫിനിഷനാണ്. എന്താണ് വ്യക്തിസഭ? തനതായ ആരാധനാക്രമം, ആധ്യാത്മികത, Yeah. സഭാഭരണം Yeah. ഇവയോടുകൂടി സ്വന്തമായ സംസ്കാരത്തിൽ രൂപീകരിക്കപ്പെട്ട സഭാസമൂഹമാണ് വ്യക്തിസഭ. ഉത്തരം ഭാഗികമായി ശരിയാണ്. 4 കാര്യങ്ങളാണ് വ്യക്തിസഭയിൽ ഉണ്ടാകേണ്ടത്. സഭാഭരണം, അതിൽ 3 കാര്യങ്ങൾ സിസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞു. ഒരെണ്ണം മിസ് ചെയ്തതുകൊണ്ട് സഭാഭരണം, ആധ്യാത്മികത, ആരാധനാക്രമം, സഭാഭരണം, ദൈവശാസ്ത്രം ഉറപ്പിച്ചു. ഓക്കെ. അപ്പം ആരാധനാക്രമം, ദൈവശാസ്ത്രം, ആധ്യാത്മികത, ഭരണ സംവിധാനം. അപ്പം 4 കാര്യങ്ങൾ വ്യക്തമായിട്ട് സവിശേഷത ഉള്ള സഭയാണ് വ്യക്തിസഭ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിരിക്കുന്നത് കൊണ്ട് 10 മാർക്ക് DST പാലായിക്ക്. ലാഡർ റൗണ്ടിലെ 1-ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയതുകൊണ്ട് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 20 മാർക്കിന് ഉള്ള ഇതാണ് ചോദ്യം. സിറോ മലബാർ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശിഷ്ടമായ ബഹുമതി എന്ത്? മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച്. തെറ്റായ ഉത്തരമാണ്. സിറോ മലബാർ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശിഷ്ടമായ ബഹുമതി നമ്മുടെ കർത്താവിൻ്റെ അപ്പസ്തലന്മാരിൽ ഒരുവനാൽ സ്ഥാപിതമായി എന്നുള്ളതാണ്. മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നുള്ളത് തോമാസ് ശ്ലീഹായുടെ നാമത്തിൽ അറിയപ്പെടുന്ന സഭ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പോൾ 2-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്തത് കൊണ്ട് 10 മാർക്ക് മാത്രം നിങ്ങൾക്ക് DST പാലായിരിക്കും. 3-ാമത്തെ ചോദ്യം SMS പാലായോടാണ്. 10 മാർക്കിൻ്റെ നിങ്ങൾക്കുള്ള ചോദ്യം. പ്രവാസികളെക്കുറിച്ചുള്ള സഭയുടെ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖയുടെ പേരെന്ത്? എർഗ മൈഗ്രാൻസ് കാരിത്താസ് ക്രിസ്തി. കറക്റ്റ് ആൻസർ. 10 മാർക്സ് SMS പാല. എർഗ മൈഗ്രാൻഡ് കാരിത്താസ് ക്രിസ്തി. 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. യേശുവിനെ അനുഗമിച്ചതായി വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ പേരെടുത്ത് പറയുന്ന 3 സ്ത്രീകളുടെ പേര്. കൂസായുടെ ഭാര്യ യോവന. ഒന്നുകൂടി പറയൂ. കൂസായുടെ ഭാര്യ യോവന. യാ. മഗ്ദലന മറിയം. യാ. സൂസന്ന. കറക്റ്റ് ആൻസർ. 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ മഗ്ദലന എന്നറിയപ്പെടുന്ന മറിയം, കുസായുടെ ഭാര്യ യോവാന, സൂസന്ന. കറക്റ്റ് ആൻസർ. 20 മാർക്ക് നേടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 3-ാമത്തെ ചോദ്യത്തിനുള്ള അവകാശവും ലഭിച്ചിരിക്കുകയാണ്. 30 മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ടുള്ള നിങ്ങളുടെ 3-ാമത്തെ ചോദ്യം. നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. വചനഭാഗം പറയും. ഏത് അധ്യായത്തിൽ നിന്ന് തിരുവചനം? നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. പതിനേഴാം അധ്യായം. ഉത്തരം തെറ്റാണ്. അധ്യായം തെറ്റിയത് കൊണ്ട് പിന്നെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം തിരുവചനമാണ്. ഈശോ 10 നാണയങ്ങളുടെ ഉപമ പറയുന്ന അവസരത്തിൽ പറയുന്ന വചനമാണിത്. അപ്പോൾ SMS പാല, നിങ്ങൾ ഈ 60 മാർക്കിൽ 30 മാർക്ക് നേടിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. അടുത്ത ലാഡർ റൗണ്ടിലെ ചോദ്യം FCC ഭരണജ്ഞാനത്തോടാണ്. 10 മാർക്കിനുള്ള നിങ്ങളുടെ ചോദ്യം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനമായ റിഡംറ്റോറിയസ് മീസിയോയുടെ എത്രാം ഖണ്ഡികയിലാണ് പ്രേക്ഷിതരുടെ ജീവിത വിശുദ്ധിയും പ്രാധാന്യത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഒന്നുകൂടി പറയാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനമായ റിഡംറ്റോറിയസ് മീസിയോയിൽ എത്രാം ഖണ്ഡികയിലാണ് പ്രേക്ഷിതരുടെ ജീവിത വിശുദ്ധിയെയും പ്രാധാന്യത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്?
90-ാം ഖണ്ഡിക. കറക്റ്റ് ആൻസർ. റെഡംറ്റോറിനിസിയോ 90-ാം ഖണ്ഡികയിലാണ്. 10 മാർക്ക് നേടിയിരിക്കുന്നു. മുന്നോട്ടുള്ള നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം 20 മാർക്കിന് വേണ്ടി. വിശുദ്ധ പൗലോസിന് പ്രിയങ്കരനായ ഫിഷഗ്വരൻ ആയി വിശുദ്ധ ലൂക്കായെ കണ്ടെത്തുന്ന ബൈബിൾ ഭാഗം. പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നു. ബൈബിൾ ഭാഗമായിരുന്നു ചോദിച്ചത്. അത് ഉത്തരം തെറ്റാണ്. കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 14-ാം തിരുവചനത്തിലാണ് നാം ഇത് കാണുക. വിശുദ്ധ പൗലോസിന് പ്രിയങ്കരനായ ഫിഷഗ്വരൻ ആയി വിശുദ്ധ ലൂക്കായെ കണ്ടെത്തുന്ന ബൈബിൾ ഭാഗം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കാത്തതുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. 10 മാർക്ക് FCC ഭരണജ്ഞാനത്തിന്. 4-ാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ഓരോ ടീമംഗങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഇപ്രകാരമാണ്. DST പാല 40 മാർക്ക് നേടി, SMS പാല 50 മാർക്ക്, FCC ഭരണജ്ഞാനം 30 മാർക്ക്, SH കാഞ്ഞിരപ്പള്ളി 100 മാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ കൂടുതലായിട്ട് മുന്നോട്ട് പുറകിൽ നിൽക്കുന്ന ടീമുകൾ മുന്നോട്ട് വരുവാനായിട്ടുള്ള അവസരമാണ്. 5-ാമത്തെ റൗണ്ട് ഹണ്ടിങ് റൗണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു റൗണ്ടാണ്. 20 മാർക്ക് ആണ് ഈ ഹണ്ടിങ് റൗണ്ടിൽ ചോദ്യ ഉത്തരത്തിനുള്ളത്. ഒരു ബൈബിൾ വാക്യം ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നൽകും. ആ ബൈബിൾ വാക്യം ഏത് അധ്യായത്തിലാണ്, ആ ഏത് അധ്യായത്തിൽ എത്രാമത്തെ വാക്യമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ 20 മാർക്ക്. അധ്യായം കൃത്യമായിട്ട് പറഞ്ഞാൽ 10 മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം പോവുക DST പാലായ്ക്കാണ്. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന്. ലൂക്ക 18. ലൂക്ക 18 അധ്യായം തെറ്റി. അപ്പോൾ ഉത്തരം ശരിയല്ല. ശരിയായ ഉത്തരം ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 30-ാം തിരുവചനമാണ്. കർത്താവെ രക്ഷ പ്രാപിക്കുന്നത് ചുരുക്കമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്ന ഭാഗമാണ്. അപ്പോൾ DST പാല ഈ റൗണ്ടിൽ മാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത ചോദ്യം SMS പാലായ്ക്കാണ്. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും, എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും, എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം അധ്യായം 30. ഓക്കെ, വാക്യം തെറ്റാണ്. അധ്യായം കറക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ട് SMS പാല 10 പോയിന്റ് നേടിയിരിക്കുകയാണ്. ശരിയായ ഉത്തരം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 41-ാമത്തെ തിരുവചനം. പിശാച് ബാധിതന് ആയ ബാലനെ സുഖപ്പെടുത്തിയതിന് ശേഷം ശിഷ്യന്മാർക്ക് സാധിക്കാത്ത, അത്ഭുതം ചെയ്യാൻ സാധിക്കാത്തതിനെക്കുറിച്ച് ഈശോ പറയുന്ന വാക്യമാണ്. മൂന്നാമത്തെ ചോദ്യം FCC ഭരണജ്ഞാനം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. അധ്യായം തിരുവചനം. പന്ത്രണ്ടാം
അധ്യായം. 12-ാം അധ്യായം വാക്യം 20. ഉറപ്പാണോ? ഉത്തരം ശരിയല്ല. അധ്യായം 17 2-ാം വാക്യം ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്ന ഉപദേശങ്ങൾ പെട്ടതാണ്. അപ്പോൾ FCC ഭരണങ്ങാനം ഈ റൗണ്ടിൽ മാർക്കൊന്നും നേടിയില്ല. അടുത്ത ചോദ്യം SH കാഞ്ഞിരപ്പള്ളി. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അധ്യായം 8. വാക്യം പറയുന്നില്ല, അത്ര ഉറപ്പില്ലായിരുന്നല്ലേ? അപ്പോൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. 11-ാം അധ്യായം 35-ാം തിരുവചനമാണ് ശരിയായ ഉത്തരം. അപ്പോൾ തീർച്ചയായും ഈ ഹണ്ടിങ് റൗണ്ട് വളരെ ബുദ്ധിമുട്ട് ഉള്ള റൗണ്ടാണ്. അതിൽ SMS പാല 10 പോയിൻ്റ് നേടി. ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ എത്രയാണ് ടീം അംഗങ്ങളുടെ പോയിൻ്റ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. സാന്തോ മിഷൻ ക്വിസിൻ്റെ 2-ാം സെമി ഫൈനൽ മത്സരത്തിൽ 5 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ടീം അംഗങ്ങൾ നേടിയ പോയിൻ്റ് നില പ്രകാരമാണ്: DST 40 പോയിൻ്റ്, SMS പാല 60 പോയിൻ്റ്, FCC ഭരണങ്ങാനം 30 പോയിൻ്റ്, SH കാഞ്ഞിരപ്പള്ളി 100 പോയിൻ്റ്. 5 റൗണ്ടുകൾ അവസാനിച്ചു. അടുത്ത അവസാനത്തെ റൗണ്ടിലേക്ക് നാം കടക്കുകയാണ്. കൂടുതൽ മാർക്കുകൾ നേടി മുന്നോട്ട് വരാൻ ഉള്ള ഒരു റൗണ്ടാണ് റാപ്പിഡ് റൗണ്ട്. നാൽപ്പത്തഞ്ച് സെക്കൻഡ് സമയത്തിനുള്ളിൽ പറ്റുന്നിടത്തോളം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഓരോ ചോദ്യ ഉത്തരത്തിനും 5 മാർക്ക്, ശരിയായ ഉത്തരത്തിന് 5 മാർക്ക് നേടിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ള വലിയ അവസരമാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ശരിയായ ഉത്തരം അറിയത്തില്ല എങ്കിൽ പാസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. 2 ചോദ്യങ്ങൾക്ക് പാസ് പറയാം. 3-ാമത്തെ ചോദ്യം വരുമ്പോൾ പാസ് പറയാതെ അതിന് ഉത്തരം എന്തെങ്കിലും പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ഈ റാപ്പിഡ് റൗണ്ടിലെ റിസൾട്ടോടുകൂടി 2-ാം സെമി ഫൈനൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന 2 ടീമുകളെ നമ്മൾക്ക് മനസ്സിലാകുകയും ആ 2 ടീമുകൾ സെമി ഫൈനലിൽ നിന്ന് ഫൈനൽ റൗണ്ടിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ ഈ റാപ്പിഡ് റൗണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഊർജ്ജസ്വലതയോടുകൂടി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങുക. അങ്ങനെ മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയാണം, ഫൈനലിലേക്കുള്ള പ്രയാണം നടക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ റാപ്പിഡ് റൗണ്ടിലെ 1-ാമത്തെ ചോദ്യം SMS പാലായോട്. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തന മാർഗരേഖയുടെ ആമുഖ വാചകം. പറയാം. ഏറ്റവും ആദ്യത്തെ സീറോ മലബാർ മിഷൻ രൂപത ശരിയാണ്. യേശുവിൻ്റെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ സംസ്കരിച്ചത് ആരാണ്? ജോസഫ്. ശരിയാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ സുവിശേഷ ഭാഗ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം? ശരിയാണ്. ബാലനായ യേശുവിനെ ജെറുസലേമിൽ വെച്ച് നഷ്ടപ്പെട്ടത് എപ്പോൾ? ശരിയാണ്. യോഹന്നാനെ. ഓക്കെ, 5 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി SMS പാല 20 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. 1-ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സാധിച്ചില്ല. ആ ചോദ്യം സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തന മാർഗരേഖയുടെ ആമുഖ വാചകം. ഉത്തരം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകുവാൻ. അടുത്ത ചോദ്യം റാപ്പിഡ് റൗണ്ടിൽ FCC ഭരണജ്ഞാനത്തോടാണ്. ആദ്യ വിശുദ്ധയായ അൽഫോൻസാമയുടെ ജന്മദിനം? 1910 ഓഗസ്റ്റ് 19. ശരിയാണ്. ചാവറയച്ചനെ എന്നാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്?
ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവരെ ഉദ്ദേശിച്ച് യേശു പറഞ്ഞ ഉപമ. ഓഷൻ്റെ ശരിയാണ്. നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവൻ ഈ വാക്കുകൾ പരാമർശിച്ചിരിക്കുന്ന കുറുക്കനാര്? ഹെറോദോസ്. ശരിയാണ്. സ്രപ്തായിലെ വിധവയുടെ സ്ഥലം ഏതെന്നാണ് പരാമർശിച്ചിരിക്കുന്നത്? സീദോനിലെ. കറക്റ്റ്. ഏലീശ പ്രവാചകന്റെ കാലത്ത് സുഖപ്പെട്ടതായി ലൂക്കാസ് സുവിശേഷം സൂചിപ്പിക്കുന്ന നാമാൻ ഏത് പ്രദേശവാസിയായിരുന്നു? FCC ഭരണങ്ങാനം റാപ്പിഡ് റൗണ്ടിൽ 6 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി. അപ്പോൾ നിങ്ങൾ 4 ചോദ്യങ്ങൾക്ക് ഉത്തരത്തിന് ഉള്ള 20 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. 2 ചോദ്യങ്ങൾക്ക് ആണ് ശരിയായ ഉത്തരം നൽകാതിരുന്നത്. അതിതാണ്, ചാവറയച്ചനെ എന്നാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്? ഉത്തരം 23 നവംബർ 2014. രണ്ടാമത്തെ ചോദ്യം, ഏലീശ പ്രവാചകന്റെ കാലത്ത് സുഖപ്പെട്ടതായി ലൂക്കാസ് സുവിശേഷകൻ സൂചിപ്പിക്കുന്ന നാമാൻ ഏത് പ്രദേശവാസിയായിരുന്നു? സിറിയ. അപ്പോൾ 20 മാർക്കോടുകൂടി നിങ്ങൾ റാപ്പിഡ് റൗണ്ടിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അടുത്ത ചോദ്യം SH കാഞ്ഞിരപ്പള്ളിയോടാണ്. റെഡിയാണല്ലോ അല്ലേ? 1887 പോപ്പ് ലിയോ 13 സ്ഥാപിച്ച 2 വികാരിയേറ്റുകൾ ഏതെല്ലാം? കോട്ടയം, തൃശ്ശൂർ. ശരി. 1923 ഡിസംബർ 21 സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപിക്കപ്പെട്ട അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ? തെറ്റ്. കാണപ്പെടാത്ത കുഴിമാടങ്ങളോട് യേശു ഉപമിച്ചതാരെയാണ്? നിയമജ്ഞരെ. തെറ്റ്. പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറ പണിത വിഭാഗം ആര്? നിയമജ്ഞരെ. ശരി. പിശാചിന്റെ മരുഭൂമിയിലെ 2ാമത്തെ പരീക്ഷയ്ക്ക് യേശു നൽകിയ മറുപടി എന്താണ്? നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ. ശരി. 5 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം നൽകിയത്. അതിൽ 3 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി. അതുകൊണ്ട് 15 മാർക്ക് SH കാഞ്ഞിരപ്പള്ളിക്ക്. തെറ്റായി പറഞ്ഞത്, 1ാമത്തെ ചോദ്യം 1923 ഡിസംബർ 21 സീറോ മലബാർ ഹൈരാർക്കി സ്ഥാപിക്കപ്പെട്ട അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ റൊമാനി പൊന്തിഫിച്ചസ്. കാണപ്പെടാത്ത കുഴിമാടങ്ങളോട് യേശു ഉപമിച്ചതാരെയാണ്? ഫരിസേയർ. ഈ 2 ചോദ്യങ്ങളാണ് നിങ്ങൾ ശരിയായ ഉത്തരം നൽകാതിരുന്നത്. 15 മാർക്ക് ലഭിച്ചിരിക്കുന്നു SH കാഞ്ഞിരപ്പള്ളി. അടുത്ത റാപ്പിഡ് റൗണ്ടിലെ ചോദ്യം DST പാലായോടാണ്. ഏത് വർഷം മുതലാണ് സീറോ മലബാർ സഭ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയത്? 1887. തെറ്റ്. 22 ഈസ്റ്റേൺ കാത്തലിക് സഭകളിൽ ഏറ്റവും അംഗസംഖ്യയുള്ള സഭ ഏത്? ഉക്രൈനിയൻ. ശരി. പിശാച് ബാധിതന് യേശുവിനെ അഭിസംബോധന ചെയ്തത് പ്രകാരം? നസ്രായനായ യേശുവേ. തെറ്റ്. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവസാനമായ തന്റെ പ്രിയപുത്രനെ ഓഹരി ശേഖരിക്കാൻ അയച്ചപ്പോൾ പ്രതീക്ഷിച്ചത് എന്ത്? മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവ് ആര്? കറക്റ്റ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷ പ്രകാരം യേശുവിന് നേരിടേണ്ടി വന്ന 3ാമത്തെ പരീക്ഷ? പരിശുദ്ധ സിംഹാസനം മാർത്തോമാ ക്രിസ്ത്യാനികളെ ലത്തീൻ അധികാര പരിധിയിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വികാരിയത്തുകൾ സ്ഥാപിച്ചത്? എറണാകുളം, തൃശ്ശൂർ. 7 ചോദ്യങ്ങൾക്ക് ആണ് നിങ്ങൾ ഉത്തരം നൽകുവാനായിട്ട് പരിശ്രമിച്ചത്. അതിൽ 2 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി 10 മാർക്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. തെറ്റായ ഉത്തരം നൽകിയ ചോദ്യങ്ങൾ ഇവയാണ്. ഏത് വർഷം മുതലാണ് സീറോ മലബാർ സഭ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയത്? 1932. പിശാച് ബാധിതൻ യേശുവിനെ അഭിസംബോധന ചെയ്ത പ്രകാരം? യേശുവേ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവസാനമായ തൻ്റെ പ്രിയപുത്രനെ ഓഹരി ശേഖരിക്കാൻ അയച്ചപ്പോൾ പ്രതീക്ഷിച്ചതെന്ത്? മകനെ അവൻ മാനിച്ചേക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷ പ്രകാരം യേശുവിന് നേരിടേണ്ടി വന്ന 3ാമത്തെ പരീക്ഷ? ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിന്നും താഴേക്ക് ചാടുക. അപ്പോൾ ഈ റാപ്പിഡ് റൗണ്ടിൽ DST പാല 10 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. സാന്തോ മിഷൻ ക്വിസിൻ്റെ 2ാം സെമി ഫൈനൽ മത്സരത്തിലെ അവസാന റൗണ്ട് അവസാനിക്കുമ്പോൾ ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള 2 ടീമുകൾ, ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച 2 ടീമുകൾ ഏത് എന്ന് അറിയുവാനായിട്ടുള്ള ആകാംക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. ആ 2 ടീമുകളെ, ഫൈനലിലേക്ക് കടക്കുന്ന ടീമുകളെ അനൗൺസ് ചെയ്യുന്നതിനായിട്ട് ജോമോനച്ചനെ ക്ഷണിച്ചു കൊള്ളട്ടെ.
പ്രിയ പ്രേക്ഷകരെ, പ്രേക്ഷിത അറിവുകൾ പകർന്നു നൽകിയ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർത്തിയാവുകയാണ്. 4 ടീമുകൾ ശക്തമായി പോരാടി നമ്മളെ ഓരോരുത്തരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു എപ്പിസോഡ്, അവർക്കറിയാവുന്ന അറിവുകൾ, പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവുകൾ ഉത്തരത്തിലൂടെ നമ്മളോട് പങ്കുവച്ചു. തീർച്ചയായിട്ടും മത്സരമാണ്. 2 ടീമുകൾ മാത്രമേ ഫൈനലിൽ പ്രവേശിക്കുകയുള്ളൂ. എങ്കിലും അവർക്കാകുന്ന രീതിയിൽ അവർ ശക്തമായി പോരാടി. നമുക്കറിയാം ഇതിൽ ആരൊക്കെയാണ് അടുത്ത റൗണ്ടിലേക്ക്, ഫൈനൽ റൗണ്ടിലേക്ക് സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ MST സമൂഹം സുവർണ ജൂബിലി സമ്മാനമായി നൽകുന്ന 10,000 രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും, അതോടൊപ്പം തന്നെ 2ാം സമ്മാനമായി നൽകുന്ന 5,000 രൂപയും ട്രോഫിയും, 3ാം സമ്മാനമായി നൽകുന്ന 3,000 രൂപയും ട്രോഫിയും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 4 ടീമുകളിൽ SH കാഞ്ഞിരപ്പള്ളി 115 പോയിൻ്റോടുകൂടി ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്തതായി 2ാമതായി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത് SMS പാല. വന്നപ്പോൾ കാണുന്ന പുഞ്ചിരി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. ആ പുഞ്ചിരി ഇനിയും ഫൈനൽ റൗണ്ടിലും കാണട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ. 2ാമതായി ഫൈനലിലേക്ക് കയറിയിരിക്കുന്ന ടീമാണ് SMS പാല. 2 ടീമുകൾ FCC ഭരണങ്ങാനവും DST പാലായും ഈ എപ്പിസോഡിൽ നമ്മോടൊത്തായിരുന്നുകൊണ്ട് ശക്തമായ രീതിയിൽ അവരുടെ അറിവുകൾ നമുക്ക് പകർന്നു നൽകി ഫൈനലിലേക്ക് പ്രവേശിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി. തീർച്ചയായിട്ടും ഇവരുടെ സാന്നിധ്യം നമുക്ക് ശക്തിയായിരുന്നു, നമുക്ക് അറിവ് നൽകുന്നതായിരുന്നു. പക്ഷേ ഫൈനലിൽ നിങ്ങൾ കാണുകയില്ല എന്ന ദുഃഖവും ഞങ്ങൾക്കുണ്ട്. സാന്തോം മിഷൻ ക്യൂസിലെ ഈ പ്രേക്ഷിത യാത്രയിൽ, തുടർന്ന് ഉള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം ഇല്ലാതെ ഇവിടെ നിന്ന് നിങ്ങൾ പിരിയുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ദുഃഖമുണ്ട്. എങ്കിലും ഇനിയും അവസരങ്ങൾ ലഭിക്കും. ഇനിയും ഞങ്ങളോടൊപ്പം ചേരണം. നമുക്ക് ഇതുപോലെ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ട്, നമ്മൾ മിഷൻ അറിവുകൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെയും പ്രേക്ഷിത തീക്ഷ്ണതയിൽ വളർത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് ഈ സാന്തോം മിഷനിൽ പങ്കെടുത്ത് MST സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ, ഈ പ്രേക്ഷിത അറിവുകൾ പകർന്നതിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് MST സമൂഹം നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്നേഹോപകാരം മേടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാന്തോം മിഷൻ ക്വിസിലൂടെ ഈ പ്രേക്ഷിത യാത്രയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡില്ല ഈ എപ്പിസോഡ് കൂടി നമ്മിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. സിസ്റ്റർ ഈ യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? ഇന്നിപ്പോൾ തിരിഞ്ഞു പോവുകയാണ്. അടുത്ത ഫൈനൽ റൗണ്ടുകൾ ഞങ്ങളോടൊപ്പം ഇല്ല. സിസ്റ്ററിന് കടന്നു വന്ന വഴിയെപ്പറ്റി, സാന്തോം മിഷൻ ക്വിസിലൂടെ കടന്നു വന്ന വഴിയെപ്പറ്റി 2 വാക്ക് പ്രേക്ഷകരോട് പറയാൻ സാധിക്കുമോ? ഒത്തിരി സന്തോഷമുണ്ട് ഈ റൗണ്ടിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ. ഒപ്പം അതോടൊപ്പം തന്നെ സഭയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാനും പങ്കുവെക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. ഇനി തുടർന്നുള്ള റൗണ്ടിൽ ബാക്കിയുള്ള ടീമിന് ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. സിസ്റ്റർ ഡില്ല അരുവിത്തറ സെൻറ്റ് ജോർജ് കോളേജിലെ പ്രൊഫസർ. അതെ, ഈ സാന്തോം മിഷൻ ക്വിസിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തതിന് MST സമൂഹം നൽകുന്ന സ്നേഹോപകാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. സുവർണ ജൂബിലി വർഷത്തിൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച തോമാസ് ലിഹായുടെ ഛായാചിത്രമാണ് സിസ്റ്റർ ഡില്ലായിക്ക് MST സമൂഹം നൽകുന്ന സ്നേഹോപകാരം. നന്ദി, ഒത്തിരി ഒത്തിരി നന്ദി. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി സിസ്റ്റർ ജോസ്ലിൻ, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ടീച്ചർ. സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ എപ്പിസോഡിലൊക്കെ ആയിരുന്നു കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചതിന്, വളരെ അറിവുകൾ ഞങ്ങൾക്ക് പങ്കുവച്ചു തന്നതിന് MSTയുടെ സ്നേഹോപകാരം. അടുത്തതായി ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് FCC ഭരണങ്ങാനം പ്രൊവിൻസിൽ നിന്നുള്ള സിസ്റ്റർ ജാസ്മിനും സിസ്റ്റർ എൽസണുമാണ്. ഒത്തിരി സന്തോഷം ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തതിന്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള വേദിയിൽ നമുക്ക് കണ്ടുമുട്ടണം. പരസ്പരം യോജിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രേക്ഷിത അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഈ
സാന്തോ മിഷൻ ക്യൂസിലൂടെ MST സമൂഹത്തോടൊപ്പം ശാലോൺ TV-യോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്തതിന് MST സമൂഹം നൽകുന്ന സ്നേഹോപകാരം ഒത്തിരി സ്നേഹത്തോടെ സിസ്റ്റേഴ്സിന് ഞങ്ങൾ കൈമാറുന്നു. താങ്ക് യു. ഞങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട്, ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യാത്ര ചെയ്തതിന് എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരട്ടെ. എല്ലാവിധ ആശംസകളും. സ്കൂളിൽ പോയി പഠിപ്പിക്കുമ്പോൾ പറയണം, ഞാനും പോയായിരുന്നു, നിങ്ങളെപ്പോലെ ഞാനും തോറ്റു എന്ന് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഇതൊരു തോൽവിയല്ല, നമുക്ക് ഇനിയും വിജയിക്കുവാനുള്ള, അല്ലേ, സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നതാണല്ലോ തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന്. നമുക്കിനിയും വിജയിക്കണം. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയ പ്രേക്ഷകരെ, സെമി ഫൈനൽ റൗണ്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയാണ് യഥാർത്ഥ പോരാട്ടം. MST സമൂഹം സുവർണ ജൂബിലി സമ്മാനമായി നൽകുന്ന ക്യാഷ് പ്രൈസും ട്രോഫിയും നേടുന്നത് ആരാണെന്നറിയുന്ന ഫൈനൽ റൗണ്ടുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത് പ്രേക്ഷിത അറിവുകൾ പങ്കുവച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്, പ്രിയ പ്രേക്ഷകരെ, അടുത്ത എപ്പിസോഡിൽ ഫൈനൽ റൗണ്ടിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.